ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധി പറയുന്നു, അമ്മേ ഞാൻ സർട്ടിഫിക്കറ്റ്സ് എടുക്കാനാണ് ഇവിടെ വന്നത്. അപ്പോൾ ഹേമ പറയുകയാണ്, അത് വിടു നിധി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് നീയും ആലോചിക്കണ്ട, ഞങ്ങളും സംസാരിക്കുന്നില്ല. നീ ഇനി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. 5 ആണുങ്ങൾ മാത്രമുള്ള ആ നശിച്ച വീട്ടിൽ ചെന്ന് താമസിക്കാനും മാത്രമുള്ള പാപമൊന്നും എന്റെ മോള് ചെയ്തിട്ടില്ല. ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. മോളെ, നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെങ്കിലും അച്ഛനടക്കം ഞങ്ങൾ എല്ലാവരും ക്ഷമിക്കും. നീ ഇവിടെ ഞങ്ങളോടൊപ്പം നിന്നാ മതി. അങ്ങനെ ഒരു കല്യാണം നിനക്ക് നടന്നിട്ടില്ല എന്നങ്ങ് വെക്ക്. നിധി പറയുന്നു, എനിക്ക് നടന്ന കല്യാണത്തെ കുറിച്ച് തർക്കിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. എനിക്ക് വലുത് എന്റെ കരിയറാ. അതിനെനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ്സും ID പ്രൂഫും വേണം. അതെന്താ മനസ്സിലാക്കാത്തെ? ഇത് കേട്ട് രാജീവ് ചോദിക്കുന്നു, നിനക്ക് ജോലിക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. അതിന് വേറെ എവിടെയും പോയി നിൽക്കേണ്ട കാര്യമില്ല, ഇവിടെ നിന്നാ മതി. ജോലി ഞങ്ങൾ സംഘടിപ്പിച്ചു തന്നോളാം. നിധി പറയുന്നു, അച്ഛാ എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ്സ് തന്നാൽ മാത്രം മതി. രാജീവ് പറയുന്നു, അതുമായിട്ട് നീ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല നിധി. ഇനി മുതൽ നീ ഇവിടെ തന്നെ നിൽക്കണം. അതെന്റെ തീരുമാനമാണ്. ഹേമ പറയുന്നു, നിധി ഇപ്പോഴും നീ ചെയ്ത തെറ്റ് പൊറുക്കാനും മറക്കാനും ഞങ്ങളൊക്കെ തയ്യാറാ. വേറെ ഒരു വീട്ടിലും അത് ഉണ്ടാകില്ലെന്ന് നീ ഓർത്തോ? നീ കാരണം വന്ന നഷ്ടങ്ങളെ കുറിച്ച് നീ ഓർത്തിട്ടുണ്ടോ? അച്ഛൻ നേരിട്ട് ഇൻവോൾവ് ചെയ്യാത്തത് കൊണ്ട് മാത്രം ബിസിനസ്സിൽ നഷ്ടങ്ങൾ എത്രയാണെന്ന് നിനക്കറിയുമോ? നിന്റെ വിവാഹത്തിന് പൊടിച്ചത് എത്രയാണെന്ന് അറിയുമോ? ശരി, പണത്തിന്റെ കാര്യമൊക്കെ വിട്. നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റാതായില്ലേ ഞങ്ങൾക്ക്? എന്നിട്ട് പോലും നിന്നോട് പൊറുക്കാനും നിന്നെ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറായില്ലേ? അതിനപ്പുറം ഭാഗ്യം നിനക്ക് വരാനുണ്ടോ മോളെ? കഴിഞ്ഞത് മുഴുവൻ ഒരു പൊട്ട സ്വപ്നമായിട്ട് കരുതി നീ അതെല്ലാം വിട്ടേക്ക്. ഇനി എന്താ വേണ്ടേന്ന് നിന്റെ അച്ഛൻ തീരുമാനിച്ചോളും. നീ ഇനി എവിടേക്കും പോകുന്നില്ല, ഞങ്ങൾ തീരുമാനിച്ചോളാം ഇനി നിന്റെ കാര്യം. ഇത് കേട്ട് നിധി കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ അരുൺ കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് സൂര്യയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ്, നിധി ഇവിടെ എത്തിയെന്ന്. ഡ്രൈവ് ചെയ്യുന്ന സൂര്യ മെസ്സേജ് കണ്ട് റീച്ചിടെന്ന് റിപ്ലൈ ചെയ്യുന്നു. തുടർന്ന് അരുൺ പറയുന്നു, നിധി മറ്റാർക്കും കിട്ടാത്ത ഒരു ചാൻസ് ആണ് നിനക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. എല്ലാം മറക്കാനും പൊറുക്കാനും ഞങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കുക. ഇനി എന്താ വേണ്ടെന്ന് നീ തീരുമാനിക്കണം. ഉടനെ ഒരു മറുപടി വേണ്ട, ആലോചിച്ച് പറഞ്ഞാ മതി. നിധി പറയുന്നു, ഏട്ടത്തി സർട്ടിഫിക്കറ്റ്സ് എടുത്തു വെക്കാമെന്ന് ഏട്ടത്തി പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ലമ്മേ, എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. എന്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രം എനിക്ക് തന്നാ മതി. ദേഷ്യത്തോടു കൂടി അരുൺ ചോദിക്കുന്നു, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാകില്ലേ? എന്നാ നിന്റെ സർട്ടിഫിക്കറ്റ്സ് തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? മര്യാദയ്ക്ക് വീട്ടിലിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ പേടിയാകുക. സൂര്യ പറയുന്നു, ഞങ്ങളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നിനക്ക് പേടി. എന്നാൽ മുഴുകുടിയനായ ഒരു തന്തയും അയാളുടെ 4 ആൺമക്കളും ഉള്ള ആ വീട്ടിൽ നിനക്ക് ഒരു പേടിയില്ല അല്ലേ? ഹേമ പറയുന്നു, ആ വീടിനെ പറ്റി പറഞ്ഞു കേട്ടതിന് ശേഷം ഒരു മിനിറ്റ് പോലും എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. നീ തിരിച്ചു വന്ന ശേഷവും അതേ വീട്ടിലേക്ക് തന്നെ നിന്നെ തിരിച്ചയക്കാൻ ഞങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ മോളെ? ഇല്ല, ഇനി നീ ഇവിടുന്ന് പോകില്ല. പോകാൻ ഞങ്ങള് സമ്മതിക്കില്ല. നിധി പറയുന്നു, ഇല്ലമ്മേ, ഇത് വീണ്ടും എന്നെ ട്രാപ്പിലാക്കാനുള്ള ചതിയാ. എനിക്ക് തിരിച്ചു പോണം. അരുൺ പറയുന്നു, കേട്ടില്ലേ അച്ഛ, നമ്മളാണ് ഇവൾക്കിപ്പം ചതിയന്മാര്, അവന്റെ വീട്ടുകാരല്ല. ഹേമ പറയുന്നു, ഒരിക്കൽ ജീവൻ പോയെന്ന് കരുതി തിരിച്ചു വന്നതാ നിന്റെ അച്ഛൻ. അച്ഛൻ ജീവനോടെ ഇരിക്കേണ്ടെന്നാണോ നിന്റെ ആഗ്രഹം? നിന്നെ കുറിച്ചോർത്ത് എല്ലാ ദിവസവും ഞങ്ങള് ചത്തതുപോലെ ജീവിക്കണോ? ഞങ്ങളെക്കാളും പ്രധാനം നിനക്ക് ആ വീടാണോ നിധി? നിധി പറയുന്നു, അമ്മേ, ഞാൻ ആ വീടിനെ കുറിച്ച് പറയുന്നതേ ഇല്ല. ഇന്ന് ഞാൻ വന്നത് എന്റെ സർട്ടിഫിക്കറ്റ്സ് തിരികെ വാങ്ങിക്കാനാ. അതെനിക്ക് തിരികെ തരണം. ദയവ് ചെയ്തെന്റെ സർട്ടിഫിക്കറ്റ്സും ആധാർ കാർഡും പാൻ കാർഡും എനിക്ക് വേണോ അമ്മേ? എന്നോട് നിങ്ങളൊക്കെ പുറത്തുനിന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രം തിരിച്ചു തന്നാ മതി. ഞാൻ പൊയ്ക്കോളാം. ദേഷ്യത്തോടുകൂടി ഹേമ പറയുന്നു, എന്താ രാജീവേട്ട ഇത്? അങ്ങോട്ട് പറയുന്നതൊന്നും ഇവൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. പറഞ്ഞ പല്ലവി തന്നെ വീണ്ടും വീണ്ടും. നിങ്ങൾ എന്താ ഒരു വാക്ക് പോലും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് രാജീവേട്ട? നിധിയുടെ അരികിലേക്ക് വന്ന രാജീവ് പറയുന്നു, ഇങ്ങനെ ഒരു മകളില്ലെന്ന് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കോല് മുറിച്ചിട്ടതാണ് ഞാൻ. പിന്നെ ഈ വീട്ടില് കാലുകുത്താൻ സമ്മതിച്ചത് അത് നിന്റെ അമ്മയുടെ കണ്ണീര് കണ്ടതുകൊണ്ട് മാത്രമാ. ആ കണ്ണീരിന്റെ വില നിനക്ക് മനസ്സിലാകുന്നില്ല. ഉണ്ടെങ്കിൽ നീ ഈ നിമിഷം ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല. നീ ഈ കുടുംബത്തോട് ചെയ്തത് വലിയ ചതിയാ. എന്നാലും ആ ദ്രോഹം ഞങ്ങൾ മറക്കാനും പൊറുക്കാനും തയ്യാറാ. നിന്റെ കഴുത്തിൽ അവൻ കെട്ടിയ താലി നീ ഊരിയെറിഞ്ഞ് തിരിച്ചു വന്നാൽ അങ്ങനെ ഒരു വിവാഹമേ നടന്നിട്ടില്ലെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാ. നിനക്ക് ഒരു ദിവസം കൊണ്ട് വിവാഹം കഴിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് ഒരു ദിവസം കൊണ്ട് ഡിവോഴ്സ് വാങ്ങി തരാനും പറ്റും. അരുൺ പറയുന്നു, സൂര്യ ഇവിടെ തന്നെ ഉണ്ടച്ച, ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഇപ്പൊ ഇവിടേക്ക് വരും. ഇത് കേട്ടി എല്ലാവരെയും നോക്കുകയാണ് നിധി. തുടർന്ന് കാറിൽ ഗേറ്റിന്റെ അരികിലേക്ക് വന്ന സൂര്യ കാണുകയാണ് അവിടെ നിൽക്കുന്ന നികേഷിനെ. സൂര്യ ചോദിക്കുന്നു, നീ ആരാടാ? പെട്ടെന്ന് നികേഷ് ഓർക്കുകയാണ് സൂര്യ പണ്ട് തട്ടിക്കൊണ്ടുപോയത്. അന്ന് മമ്മി ഐ ആം ട്രാപ്ഡ്, മമ്മി ഐ ആം ട്രാപ്ഡ് എന്ന് പറഞ്ഞ് സൂര്യ കരഞ്ഞതോർത്ത് നികേഷ് ചിരിക്കുകയാണ്. തുടർന്ന് സൂര്യ ചോദിക്കുന്നു, എന്താടാ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് ഇളിക്കുന്നത്? നികേഷ് പറയുന്നു, ഞാൻ എന്റെ ഏട്ടത്തിയമ്മയ്ക്ക് കൂട്ടുവന്നതാ. ആർക്കെന്ന് സൂര്യ ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നു, എന്റെ സുധീഷ് ഏട്ടന്റെ ഭാര്യ നിധി സുധീഷ്. മമ്മി ഐ ആം ട്രാപ്ഡ്. അങ്ങനെ നികേഷ് ചിരിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി അരികിലേക്ക് വന്ന സൂര്യ പറയുന്നു, എടാ അത് ശരി, അപ്പൊ അന്ന് ആ ടീമിലുണ്ടായിരുന്നത് നീയും കൂടി ആയിരുന്നല്ലേ? നികേഷ് പറയുന്നു, ഞാൻ മാത്രമല്ല, എന്റെ 2 ചേട്ടന്മാരും കൂടി ഉണ്ടായിരുന്നു. ഈ കുളിക്കൂട്ടിലെ ബ്രദേഴ്സ് അങ്ങനെയാ. ഒരു കാര്യം വന്നാലേ ഞങ്ങൾ 4 പേരും കട്ടയ്ക്ക് നിൽക്കും. യു ബ്ലഡി എന്ന് പറഞ്ഞ് സൂര്യ
സൂര്യ നികേഷിന്റെ നേരെ കൈ ഉയർത്തുമ്പോൾ നികേഷ് പറയുന്നു, ഏയ് അതൊന്നും വേണ്ട, ഒരിക്കൽ കൂടി പൊക്കിക്കൊണ്ടു പോകാനേ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി കൈ താഴ്ത്തി മാറിടാന്ന് പറഞ്ഞ് ഗേറ്റ് തുറക്കുകയാണ് സൂര്യ. തുടർന്ന് നിധി ചോദിക്കുന്നു, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ വന്നത് സർട്ടിഫിക്കറ്റ്സിന് വേണ്ടി മാത്രമാ, എനിക്കത് മാത്രം മതി, വേറൊന്നും എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണ്ട. ഇത് കേട്ട് അരുൺ പറയുകയാണ്, അത് ശരി, അപ്പൊ നിനക്ക് അവനാണ് വലുതല്ലേ, അവന്റെ കുടുംബമാണ് പ്രധാനമല്ലേ? അവനിൽ ഇത്രമാത്രം എന്ത് കണ്ടിട്ടാ നിധി അതൊരു കുടുംബമാണെന്ന് പറയാൻ പറ്റുമോ? കുടുംബത്തിൽ പറഞ്ഞ ഒരു കുട്ടിക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീടാണോ അത്? അങ്ങോട്ട് തന്നെ പോണോന്ന് വാശി പിടിക്കാൻ അതിനവിടെ ഇതിന് മാത്രം എന്താ ഉള്ളത്? അടക്കത്തിലും ഒതുക്കത്തിലും ഇതിനകത്ത് ഇരുന്നോടം നീ, ശരിയാക്കി തരാമടാ നിന്നെ എന്ന് പറഞ്ഞ് സൂര്യ കാറ് മുറ്റത്തേക്ക് കൊണ്ടുവരുമ്പോൾ നികേഷ് ഉറക്കെ പറയുന്നു, മമ്മി ഐ ആം ട്രാപ്ഡ്. ഇത് കേട്ട് കാറിൽ നിന്നും ഇറങ്ങി ഗേറ്റ് അടയ്ക്കുകയാണ് സൂര്യ. തുടർന്ന് ഹേമ പറയുന്നു, മോളെ അമ്മ പറയുന്നത് കേൾക്ക്, നിന്റെ നല്ലതിനു വേണ്ടിയാ അമ്മ പറയുന്നത്. അങ്ങനെ ഒരു വീട്ടിൽ നീ കഴിയുന്നതിനെ കുറിച്ച് ചിന്തിച്ച് എനിക്ക് നീറി നീതി മരിക്കാൻ വയ്യ മോളെ. അമ്മ പറയുന്നത് കേൾക്ക് മോളെ, അമ്മയുടെ പൊന്നു മോളല്ലേ. നോക്ക്, ഈ സർട്ടിഫിക്കറ്റും ജോലിയും ഒന്നും നമുക്ക് വേണ്ട. നീ ഇനി മുതല് ആ വീട്ടിലേക്ക് പോകുകയും വേണ്ട. അച്ഛൻ പറഞ്ഞില്ലേ നിനക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങി തരാമെന്ന്, അത് മതി. നീ ഇവിടെ നിന്നാ മതി, നിന്റെ എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കിക്കോളും. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അരുൺ പറയുന്നു, സൂര്യയാണെന്ന് തോന്നുന്നു. ഇത് കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് നിധി. തുടർന്ന് നികേഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുധീഷ്. ഫോൺ അറ്റൻഡ് ചെയ്ത നികേഷിനോട് സുധീഷ് ചോദിക്കുന്നു, എടാ എവിടെയുണ്ട് ഇപ്പോൾ? നികേഷ് പറയുന്നു, ഏട്ടത്തിയുടെ വീടിന്റെ മുന്നില്. സുധീഷ് ചോദിക്കുന്നു, നിധി കൂടെയില്ലേ? ഇല്ലാന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണം, ഇല്ലേ? നികേഷ് പറയുന്നു, അല്ല വീടിനകത്താ. ഇത് കേട്ട് സുധീഷ് ചോദിക്കണം, അകത്തോ? എടാ അപ്പം നീ എവിടെയുണ്ട്? നികേഷ് പറയുന്നു, ഞാൻ ഗേറ്റിന് വെളിയില്. സുധീഷ് ചോദിക്കുന്നു, വെളിയിലോ? എടാ കഴുത നിനക്ക് അകത്തേക്ക് പോകാമായിരുന്നില്ലേ? നികേഷ് പറയുന്നു, അതിന് അവര് വിളിക്കണ്ടേ, എന്നോട് പുറത്തു പോയി നിൽക്കാൻ പറഞ്ഞു, ഞാൻ ദേ പുറത്ത് വന്ന് നിൽക്കുന്നു. ഏടത്തി അവരെ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എടാ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണ്ടേ, അതിനല്ലേ ഞാൻ നിന്നെ കൂടെ അയച്ചത്. നികേഷ് പറയുകയാണ്, അവരുടെ വീട്ടിലേക്ക് അവര് കയറണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കയറി ചെല്ലാൻ പറ്റുമോ? സുധീഷ് ചോദിക്കുന്നു, കയറണ്ടെന്ന് പറഞ്ഞോ? ആര് പറഞ്ഞു? നികേഷ് പറയുകയാണ്, ഏട്ടത്തിയുടെ അമ്മയാണെന്ന് തോന്നുന്നു. ഏട്ടത്തി ആകെ വല്ലാണ്ടായി, പിന്നെ ഞാൻ നൈസായിട്ട് പുറത്തേക്ക് വന്നു. പിന്നൊരു കാര്യം കൂടിയുണ്ട്, നമ്മളൊന്ന് പൊക്കിയില്ലേ ഏട്ടത്തിയെ കെട്ടാനിരുന്ന ആ ഓസ്ട്രേലിയൻ കങ്കാരു, അവൻ വന്നിട്ടുണ്ടല്ലോ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, അയ്യോ അവനോ? എടാ അവൻ എന്തിനാ അങ്ങോട്ട് വന്നത്? നികേഷ് പറയുന്നു, ആർക്കറിയാം. അപ്പോൾ സുധീഷ് പറയുകയാണ്, എടാ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോന്ന് എനിക്ക് പേടിയാകുന്നടാ. നികേഷ് പറയുന്നു, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, കാര്യങ്ങളൊക്കെ നോർമലായിട്ട് തന്നെയാ നടക്കുന്നത്. ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോയാൽ ഞാൻ അറിയിക്കാം. സുധീഷ് പറയുന്നു, എടാ നികേഷ് എന്നാലും അത്. നികേഷ് പറയുന്നു, പേടിക്കാതിരിക്കും സുധീഷ് ഏട്ടാ, ഏട്ടത്തി തിരിച്ചു വന്നാൽ ഞാൻ അപ്പൊ തന്നെ വിളിക്കാം. ഇപ്പൊ സമാധാനമായിട്ടിരിക്കെ, ഞാൻ വെക്കട്ടെ. അങ്ങനെ നികേഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ സുധീഷ് പറയുന്നു, എടാ വെക്കല്ലേ വെക്കല്ലേ. ശേ വെച്ചോ, ഇവനെ എന്തിനാ അവര് പുറത്ത് നിർത്തിയിരിക്കുന്നത്? തുടർന്ന് നിധിയുടെ അരികിലേക്ക് വന്ന സൂര്യ പുഞ്ചിരിച്ച് നിധിയെ ഒന്ന് നോക്കിയിട്ട് ചോദിക്കുന്നു, അങ്കിൾ എന്താ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്നത്? അല്ല ഞാൻ വന്നതുകൊണ്ട് സംസാരം നിർത്തിയതാണോ? സംസാരിക്ക്, എന്നാൽ മാത്രമേ നമുക്ക് നിധിയെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകൂ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണോ? ഇത് കേട്ട് അരുൺ സൂര്യ എന്ന് വിളിച്ച് വേണ്ടാന്ന് പറയുമ്പോൾ സൂര്യ പറയുകയാണ്, സാരമില്ല അരുൺ, ഞാൻ ഡീല് ചെയ്യാം ഇത്. എനിക്ക് സ്റ്റബോൺ ആയ കുട്ടികളെയൊക്കെ വലിയ ഇഷ്ടമാണ്, ബിക്കോസ് എന്റെ മമ്മിയും വളരെ സ്റ്റബോൺ ആയിരുന്നു. നിധി ഞാനും അരുണും കൂടി കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. നിധി സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ വന്നു എന്നറിഞ്ഞു. ആക്ച്വലി നിധി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടാൻ നിൽക്കുന്നത്? അച്ഛനമ്മമാര് പറഞ്ഞതനുസരിച്ച് ജീവിക്ക്. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, താൻ ആരാടോ എന്നോട് സംസാരിക്കാൻ? താൻ ആരാണെന്ന്? സൂര്യ പറയുന്നു, ഞാൻ നിന്റെ ഫിയാൻസി അല്ലായിരുന്നോ? നിധി പറയുന്നു, യെസ്, പക്ഷേ അത് നിശ്ചയിച്ചത് ഞാനായിരുന്നില്ല. എന്റെ കൂടെ വന്നൊരു പയ്യൻ ഗേറ്റിന് പുറത്ത് നിൽപ്പുണ്ട്. എന്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്ഥാനം പുറത്താണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്ഥാനവും അവിടെയാ, മനസ്സിലായോ? ഇത് കേട്ട് ഞെട്ടി സൂര്യ നിധി എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അരുൺ പറയുന്നു, നിധി മതി, വാ ഇടയ്ക്ക്. നിധി പറയുന്നു, അരുണേട്ടനും അച്ഛനും അമ്മയ്ക്കും എന്ത് വേണമെങ്കിലും എന്നോട് പറയാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ അതിനിടയിലേക്ക് ഇങ്ങനെ ചില ആളുകളെ കെട്ടിയിറക്കാൻ നോക്കിയാല് എനിക്ക് ഇങ്ങനെ തന്നെ സംസാരിക്കേണ്ടി വരും. സൂര്യ ചോദിക്കുന്നു, എന്താ ഇത് അരുൺ, ഇവക്കെന്താ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്തെ? ഇത് കേട്ട് അരുൺ സൂര്യ എന്ന് വിളിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, അമ്മേ നിങ്ങൾക്കാർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഈ വീട് വിട്ട് ഞാൻ പോകാനുള്ള കാരണം വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും അതേ കാരണക്കാരനെ തന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു, എന്നിട്ട് എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്താ അമ്മ ഇതെല്ലാം? ഇത് കേട്ട് രാജീവ് പറയുന്നു, കള്ളം പറയരുത് നിധി, നിനക്ക് സൂര്യ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ആ ഡ്രൈവറെ ഇഷ്ടമായതുകൊണ്ടാണ് നീ ഈ വീട് വിട്ടു പോയത്. ഇത് കേട്ട് സൂര്യ പറയുന്നു, അതാണ് പോയിന്റ് അങ്കിൾ, കറക്റ്റ്, അതാണ് ശരി. ഇത് കേട്ട് നിധി പറയുന്നു, ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നുമില്ല. എന്റെ സർട്ടിഫിക്കറ്റ്സും ID പ്രൂഫും മാത്രം നിങ്ങൾ എനിക്ക് തന്നാ മതി, ഞാൻ അതുമായിട്ട് മടങ്ങിക്കോളാം. ഇത് കേട്ട് രാജീവ് ചോദിക്കുന്നു, നീ വീണ്ടും എന്നെ അപമാനിക്കാൻ വന്നതാണോ? അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു, അതിനുശേഷം എല്ലാം മറക്കാനും പൊറുക്കാനും നിന്റെ അമ്മ കാല് പിടിച്ച് അപേക്ഷിച്ചതുകൊണ്ടാ നീ വരുമ്പോൾ ഞാൻ ഉണ്ടാകാമെന്ന് സമ്മതിച്ചത്. അപ്പോഴും സർട്ടിഫിക്കറ്റ് വാങ്ങി തിരിച്ചുപോയി ആ വൃത്തികെട്ടവന്റെ കൂടെ ജീവിക്കുമെന്ന് വാശി പിടിച്ച് നീ വീണ്ടും എന്നെ നാണം കെടുത്തുകയാണല്ലേ? ഇത് കേട്ട് സൂര്യ പറയുന്നു, എക്സാക്ട്ലി അങ്കിൾ. ഹേമ പറയുന്നു, ഇല്ല രാജീവേട്ട, അവൾ അവളുടെ വിഷമം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, നമ്മുടെ മോളല്ലേ അവള്, നമ്മൾ അനുഭവിക്കുന്ന സങ്കടം എന്താണെന്ന് അവൾക്ക് അറിഞ്ഞൂടെ? അവൾ എങ്ങോട്ടും ഇനിയും പോകില്ല അല്ലെ മോളെ?
മോളെ. നിധിയുടെ കയ്യിൽ പിടിച്ച ഹേമ പറയുന്നു, എന്റെ മോള് നമ്മുടെ വാക്കുകൾ കേൾക്കും. അവൾ ഈ വീട്ടിൽ താമസിക്കും അല്ലേ മോളെ? കൈ പിടിച്ചു മാറ്റി നിധി പറയുന്നു, ഇല്ലമ്മേ ഞാൻ പോകും, എനിക്ക് പോണം. ഞാൻ ഇവിടെ നിന്ന് എന്ത് കാരണം പറഞ്ഞ് ഇറങ്ങിപ്പോയോ ആ അന്തരീക്ഷം ഒരു തരുമ്പ് പോലും മാറിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ സംസാരിക്കുന്നത് ആ പഴയ ഭാഷ തന്നെയാ, അതേ ആവശ്യം തന്നെയാ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഇത് കേട്ട് സൂര്യ പറയുന്നു, ആ ആവശ്യം ഒരു തെറ്റല്ലല്ലോ നിധി. നിധി ചോദിക്കുന്നു, ഇത്രയായിട്ടും ഇയാളെ പോലെ ഒരാള് എന്റെ ലൈഫിൽ എന്തിനാ ഇങ്ങനെ ഇടപെടാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അരുൺ പറയുന്നു, നിധി നീ ഇത്രയും ചെയ്തിട്ടും നാട്ടുകാരുടെ മുമ്പിൽ ഇത്രയും നാണം കെടുത്തിയിട്ടും ഇനിയും നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ആളാ സൂര്യ. ആ മനസ്സ് നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. ഇത് കേട്ട് നിധി പറയുന്നു, കേട്ടില്ലേ, ഇത്രയും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് പേടിയാ. എനിക്ക് പോണം, ഞാൻ ഉറപ്പായിട്ടും പോകും. ഇനി നിങ്ങളത് ഒരിക്കലും പുറത്തില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എന്റെ സർട്ടിഫിക്കറ്റ്സ് ഇനി ഇവിടെ വെക്കേണ്ട കാര്യമില്ല, അതെനിക്ക് വേണം. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയതാണത്, അത് മാത്രം എനിക്ക് മതി. ഞാൻ പൊയ്ക്കോളാം. ഇത് കേട്ട് രാജീവ് ചോദിക്കുന്നു, അപ്പൊ നീ സമ്മതിക്കില്ല അല്ലേ? നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്നാലും അത് സമ്മതിക്കാൻ നിനക്ക് പറ്റില്ല അല്ലേ? നിന്റെ മറുപടിയോട് പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയല്ല. എന്നാലും അവസാനമായിട്ട് നിനക്ക് ഒരു ചാൻസ് കൂടി ഞാൻ തരുക. ഇതിലും കൂടുതൽ താഴാൻ എനിക്കിനി ആവില്ല. നിനക്ക് ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചു തരാം. വീണ്ടും എന്റെ മകളായിട്ട് നിനക്ക് ഈ വീട്ടിൽ കഴിയാം. എന്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് നേരെ വെച്ച് നീട്ടുന്ന അവസാനത്തെ ഔദാര്യമാണിത്. അത് സ്വീകരിക്കണോ വേണ്ടയെന്ന് നിനക്ക് തീരുമാനിക്കാം. നിന്റെ ജീവിതത്തിന് ഏതാണ് നല്ലത് എന്താണ് ചീത്തയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നിധി ചോദിക്കുന്നു, ആണോ അച്ഛാ? നിങ്ങൾക്ക് അതറിയുമോ? എന്നിട്ടാണോ ഇതുപോലൊരാളെ എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത്? ഇത് കേട്ട് സൂര്യ പറയുന്നു, അരുൺ സീ ദിസ്. എന്താണ് ഇവള് പറയുന്നത്? എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്കറിയില്ല. നിധി പറയുന്നു, ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ ഈ വീട് വിട്ടു പോയത് ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി കല്യാണം കഴിച്ച് ജീവിക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ പഠിപ്പിൽ എനിക്ക് വിശ്വാസമുണ്ട്. അത് വെച്ച് ഞാൻ എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. അതിനുവേണ്ടിയാ ഞാൻ ഇവിടുന്ന് പോകുന്നത്. എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ നിങ്ങൾ അത് മാത്രം കേൾക്കുന്നില്ല. ദയവ് ചെയ്ത് എന്റെ സർട്ടിഫിക്കറ്റ്സ് തരൂ. അതിനുശേഷം ഞാൻ ഈ വീട്ടിലേക്ക് കടക്കാൻ പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് വേണം. അത് കിട്ടിയാ പിന്നെ നിങ്ങളുടെ കൺമുന്നിൽ ഞാൻ ഒരിക്കലും വരില്ല. ഇത് കേട്ട് രാജീവ് പറയുന്നു, നിർത്ത്. ചെറിയ കുഞ്ഞുങ്ങളെ വാശി പിടിച്ച് നിലവിളിക്കുന്നത് പോലെ നിലവിളിച്ചാൽ നിന്റെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചോ? ഇത് കേട്ട് തലയാട്ടി ദേഷ്യത്തോടു കൂടി നിധിയെ നോക്കുകയാണ് സൂര്യ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. നിധി വരുന്നതും കാത്ത് ടെൻഷനോടുകൂടി പുറത്ത് നിൽക്കുകയാണ് നികേഷ്. എന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് നിധി ബഹളം വെക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരികയാണ് അരുൺ. അത് കണ്ട് നിധി വാങ്ങാനായി ചെല്ലുമ്പോൾ അരുൺ അത് കൊടുക്കുന്നില്ല. അരുണിന്റെ കയ്യിൽ നിന്നും ആ സർട്ടിഫിക്കറ്റ്സ് വാങ്ങി രാജീവ് ചോദിക്കുന്നു, ഇതല്ലേ നിനക്ക് വേണ്ടത്? ഇത് വെച്ചല്ലേ നീ സ്വപ്നം കണ്ടതുപോലെ ജോലി ചെയ്ത് ജീവിക്കാൻ പോകുന്നത്? നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഈ സർട്ടിഫിക്കറ്റ്സ് നിനക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ ഞങ്ങൾ പറയുന്നത് പോലെ നീ ജീവിക്കണം. നിധി അതിന് തയ്യാറാകാത്തത് കൊണ്ട് രാജീവ് സർട്ടിഫിക്കറ്റ്സ് കത്തിച്ചു കളയുകയാണ്. അത് കണ്ട് പൊട്ടിക്കരഞ്ഞ് പുറത്തേക്ക് ഓടി വരികയാണ് നിധി. നിധിയെയും ചേർത്ത് പിടിച്ച് നികേഷ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിധിക്ക് വെള്ളം വാങ്ങിച്ചു കൊടുക്കുകയാണ് നികേഷ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിധി പറയുന്നു, എന്നെ എന്റെ അമ്മ ഏട്ടത്തെയും കൂടി ചതിച്ചു. എന്നെ എന്തെങ്കിലും പറഞ്ഞ അവിടെ വരുത്തി അവിടെ പിടിച്ചു വെക്കാനാ അവര് പ്ലാൻ ചെയ്തത്. നികേഷ് വിഷമത്തോടുകൂടി നിധിയെ നോക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.